നടൻ ബാലയ്ക്കെതിരെ വളരെ ഗൗരവമേറിയ ഒരു പരാമർശം നടത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ മകൾ. കുറച്ചു മുമ്പ് ആ ഒരു പെൺകുട്ടിയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് വഴി ആ ഒരു കുട്ടി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ആ വീഡിയോ കാണിച്ചു തരാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. കാരണം ഞാൻ സ്കൂളിൽ പോകുമ്പോഴോ വെറുതെ യൂട്യൂബിൽ നോക്കുമ്പോൾ ഇത് എന്നെ പറ്റി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, എന്നെയും എന്റെ മദറിനെയും പറ്റി ഫോൾസ് ആക്യുസേഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സ്കൂളിൽ പോകുമ്പോൾ എന്റെ ഫ്രണ്ട്സ് ചില സമയത്ത് ചോദിക്കാറുണ്ട്, ഇതെങ്ങനെയാണോ, അത് ട്രൂ ആണോ, ഇവര് പറയുന്നത് ട്രൂ ആണോ, ശരിക്കും ഇതൊക്കെ നടന്നു. എനിക്കതിന് ആൻസർ പറയാൻ കിട്ടുന്നില്ല. കാരണം ഈ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഇങ്ങനെ ഇതിങ്ങനെ ഫോൾസ് ആക്യുസേഷൻസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാവരുടെയും വിചാരം ഞാനും എന്റെ മദറും ഭയങ്കര ബാഡാണ്. പക്ഷെ ഇറ്റ്സ് നോട്ട് ദ ട്രൂത്ത്. സോ ബേസിക്കലി ഈ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ ഫാദറിനെ പറ്റിയാണ്. എന്റെ ഫാദർ കുറെ ഇങ്ങനെ ഇന്റർവ്യൂസും വീഡിയോസും ചെയ്തിട്ടുണ്ട്. എന്റെ അടുത്ത് എന്നെ ഭയങ്കര ഇഷ്ടമാണ്, എന്നെ ഭയങ്കര മിസ് ചെയ്തിട്ടുണ്ട്, എനിക്ക് കുറെ ഗിഫ്റ്റ്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ എപ്പോഴും അയക്കാറുണ്ടെന്ന് കുറെ വീഡിയോസ് ഉണ്ട്. ഇങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ തന്നെ കിട്ടും കുറെ നമ്പർ ഓഫ് വീഡിയോസ്. ബട്ട് നൺ ഓഫ് ഇറ്റ് ഇസ് ട്രൂ. എനിക്ക് ഒരു കാര്യം പോലും ഇല്ല. ആക്ച്വലി സ്പീക്കിംഗ്, എനിക്ക് ലവ് ചെയ്യാൻ, എന്റെ ഫാദറിനെ ലവ് ചെയ്യാൻ എനിക്ക് ഒരു റീസൺ പോലും ഇല്ല. അത്രയും എന്നെയും എന്റെ മദറിനെയും എന്റെ അമ്മാവിനെയും എന്റെ ആന്റിനെയും ഭയങ്കരമായിട്ട് മെന്റലിയും ഫിസിക്കലിയും ടോർച്ചർ ചെയ്തിട്ടുള്ള ഒരാളാണ്. ലൈക്ക് ലിറ്ററലി എനിക്ക് ഒരു കാര്യം പോലും ഇല്ല എനിക്ക് ലവ് ചെയ്യാൻ. ആക്ച്വലി ഫോർ എക്സാമ്പിൾ, എപ്പോഴും ഞാൻ ചെറുതായിരുന്നപ്പോ ഞാൻ ഭയങ്കര കുഞ്ഞായിരുന്നു, എന്നാലും he would come home drunk and just actually start beating my mother. എനിക്കത് കാണുമ്പോ തന്നെ എനിക്ക് ഭയങ്കര വിഷമാവും. ഒരു റീസണും ഇല്ല. പക്ഷെ വെറുതെ വീട്ടിൽ വന്ന് ഡ്രങ്ക് ആയിട്ട് എന്റെ മദറിനെ വെറുതെ തല്ലിക്കൊണ്ടിരിക്കും. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, ഞാനൊരു കുഞ്ഞല്ലേ. ഞാനിതൊക്കെ കാണുമ്പോ എനിക്കും നല്ല വിഷമാവാണ്. എന്റെ മദറും എന്റെ ഫാമിലിയും നല്ല വർക്ക് ഹാർഡ് ചെയ്തിട്ടുണ്ട്, എന്നെ ഭയങ്കരമായിട്ട് ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. ഒറ്റ ഒരു കാര്യത്തിന് പോലും എന്നെ തല്ലി. ആദ്യമേ തന്നെ ഞാനൊരു കാര്യം പറയാം. കുറെ പേർക്ക് ഇപ്പോൾ ഒരു സംശയം വരും, എന്തുകൊണ്ടാണ് ഞാൻ ഫേസ് ബ്ലർ ചെയ്തിട്ടുള്ളതെന്ന്. അതൊരു കൊച്ചുകുട്ടിയാണ്, അതുകൊണ്ടാണ് ഞാൻ ഫേസ് ബ്ലർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അത് ചോദിക്കാൻ വരുന്ന ചേട്ടന്മാരോടാണ് ആദ്യമേ ഇത് പറഞ്ഞു വെക്കുന്നത്. അപ്പോ ഒരു പെൺകുട്ടി വന്നിട്ട് ആ പെൺകുട്ടിയുടെ അച്ഛനെ പറ്റി പറയുന്ന കാര്യങ്ങളാണിത്. ഓക്കെ, അപ്പൊ എല്ലാവരും ആദ്യമേ തന്നെ ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ എല്ലാവരും ഈ പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്യാൻ പോകും. കാരണം ആ കുട്ടി പറയുന്ന പോലെ ആ കുട്ടി സ്കൂളിൽ ചെല്ലുമ്പോൾ നടനാണ് വന്നിരുന്ന് ഇപ്പൊ ഈ അടുത്തൊക്കെ ആയിട്ട് പല ഇന്റർവ്യൂകളിലും വന്നിരുന്നിട്ട് ഭാര്യയെ പറ്റിയും മോളെ പറ്റിയും ഒക്കെ പല കഥകൾ അണ്ണം പറയാറുണ്ട്. അപ്പൊ ഇതെല്ലാം കേട്ടിട്ട് ആ കുട്ടിയുടെ ഫ്രണ്ട്സ് ആണെങ്കിലും ഫ്രണ്ട്സിന്റെ ഫാമിലി ആണെങ്കിലും ഒക്കെ ഇത് കാണുന്നുണ്ടായിരിക്കും. ആ കുട്ടി അപ്പൊ സ്കൂളിൽ ചെല്ലുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി ആ കുട്ടിയെടുക്കുക എല്ലാവരും വന്ന് കാര്യങ്ങൾ തിരക്കും. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കുഞ്ഞു മനസ്സിന് താങ്ങാൻ പറ്റില്ല. ആ ഒരു കേസിൽ ഞാൻ ആ കുട്ടിയെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നു. ബാല എന്ന് പറയുന്ന സിനിമാ നടൻ വീട്ടിലെ കാര്യങ്ങൾ, അതും കഴിഞ്ഞു പോയ കാര്യങ്ങൾ വന്നിരുന്ന് ഇപ്പോഴും ഈ സോഷ്യൽ മീഡിയയിൽ പല ചാനലിലൊക്കെ കയറി ഇരുന്ന് തള്ളേണ്ട കാര്യമില്ല. അത് ഒന്നാമത്തെ വൃത്തികെട്ട ചെറ്റത്തരം താങ്കൾ കാണിക്കുന്നത്. കാരണം അതുകൊണ്ട് ആ കുട്ടിക്ക് പ്രഷർ വരുന്നുണ്ട്. അത് നിങ്ങൾ എന്താ ഇതുകൊണ്ട് ഇത്രയും കാലമായിട്ട് നിങ്ങൾ എന്തുകൊണ്ടത് മനസ്സിലാക്കുന്നില്ല? ഇപ്പൊ ആ കുട്ടി തന്നെ അത് വന്ന് പറയുന്നുണ്ട്. ആ ഒരു കാര്യം എനിക്ക് പേഴ്സണലി മനസ്സിലാവും. കാരണം എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണെങ്കിലും ആ കുട്ടിയുടെ ചോദ്യം വരും. അത് ആ കുട്ടിക്ക് താങ്ങുന്നില്ല. അത് നിങ്ങൾ കാണിക്കുന്ന വൃത്തികേട് തന്നെയാണ് ബാലച്ചേട്ട. അതില് ഞാൻ ആ കുട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ ആ കുട്ടി അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം കൂടെയാണ്. ഈ ബാലയുടെ അടുക്കുമെന്ന് അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള അമൃതയും ഈ കുട്ടിയും ഈ കുട്ടിയുടെ വളരെ ചെറുപ്പത്തിൽ തന്നെ, എനിക്ക് തോന്നുന്നു 1-2 വയസ്സ് ഈ കുട്ടിക്ക് ഉള്ളപ്പോൾ തന്നെ ഈ കുട്ടിയെ കൊണ്ട് അമൃത മാറി താമസിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സോ ആ കാലഘട്ടത്തിലെ ഒരു കാര്യമാണ് ഈ കുട്ടി പറയുന്നത്. ആ ഒരു കാലഘട്ടം എന്നല്ല, ആ ഒരു ടൈമിലെ കാര്യമാണ് ഈ കുട്ടി പറയുന്നത്. ഞാൻ വളരെ ചെറുപ്പമായിരുന്നപ്പോൾ തന്നെ അച്ഛൻ കള്ളു കുടിച്ചിട്ട് വരുന്നതും അതുപോലെ തന്നെ അമ്മയെ ഉപദ്രവിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ കുട്ടി പറയുന്നത് ഞാൻ ഇപ്പൊ ശ്രദ്ധിച്ചു. അപ്പൊ നിങ്ങൾ കേട്ടല്ലോ, ശ്രദ്ധിച്ചല്ലോ ആ ഒരു കാര്യം. ഇത്രയും ചെറുപ്പത്തിൽ 1-2 വയസ്സുള്ളപ്പോൾ എങ്ങനെ ഈ കുട്ടി, അല്ലെങ്കിൽ അപ്പം നടന്ന കാര്യങ്ങൾ എങ്ങനെ ഈ കുട്ടിക്ക് ഓർമ്മയിൽ ഇരിക്കുന്നു? എനിക്ക് ഭയങ്കര സംശയം തോന്നി. കാരണം എനിക്ക് കിട്ടിയൊരു അറിവ് വെച്ചിട്ട് ഈ കുട്ടിയുടെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ കുട്ടി അമൃത എന്ന് പറയുന്ന ബാലയുടെ മുൻ ഭാര്യ ആ ഒരു കുട്ടിയെ കൊണ്ട് അവിടുന്ന് മാറിയിട്ടുണ്ട്. പുള്ളിയുടെ കൂടെ താമസിക്കൽ നിർത്തിയിട്ട് മാറി വേറെ താമസിക്കാൻ തുടങ്ങി. അമൃതയുടെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെയൊക്കെയാണ്. അപ്പോ എങ്ങനെ ഈ കുട്ടി, അല്ലെങ്കിൽ അമ്മ പറഞ്ഞു കൊടുത്തതാണോ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന്? അമ്മ പറഞ്ഞു കൊടുത്താണെങ്കിൽ മോൾക്ക് അത് തന്നെ പറഞ്ഞാൽ മതി. പക്ഷെ വന്നിട്ട് കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് എന്തോ
എനിക്കൊരു സംശയം തോന്നി കേട്ടോ. ഇത് എന്റെ മാത്രം സംശയമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ആ ഒരു സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ പറ. കാരണം എന്റെ ഒരു ഡൗട്ടാണ്, 1 വയസ്സൊക്കെ അല്ലെങ്കിൽ 2 വയസ്സുള്ള ഒരു കുട്ടിക്കൊക്കെ ഓർമ്മയിൽ ഇരിക്കുവോ ആ ഒരു ടൈമില്? എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് എന്തോ ആ ഒരു കാര്യത്തിൽ മാത്രം എനിക്കൊരു സംശയം തോന്നി. ബാക്കി നമുക്ക് കാണാം. തല്ലിയിട്ടില്ല, എപ്പോഴും എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. എന്നെ ഭയങ്കരമായിട്ട് ലവ് ചെയ്യുന്ന ഒരു ഫാമിലിയാണ്. എന്റെ ഫാദർ കുറെ ഇന്റർവ്യൂസിലും കുറെ ലൈസും ഫോൾസ് അലിഗേഷൻസ് എന്റെ മദറിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഫോൾസ് ആണ്. ലൈക്ക് ലിറ്ററലി എന്റെ മദറിനെ കുറെ തല്ലിയിട്ടുണ്ട്, എന്റെ മദറിനെ കുറെ ലൈക്ക് ടോർച്ചർ ചെയ്തിട്ടുണ്ട്. എന്റെ മദർ മാത്രമല്ല, എന്നെയും ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്തിട്ടുണ്ട്. ഞാൻ കുഞ്ഞായിരുന്നപ്പോ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഒരു പ്രാവശ്യം ഡ്രങ്ക് ആയിട്ട് വന്നിട്ട് ഒരു ഗ്ലാസ് ബോട്ടിൽ എന്റെ മുഖത്തേക്ക് എറിയാൻ ലൈക്ക് ചെയ്തു. അപ്പൊ എന്റെ മദർ ഉണ്ടായിരുന്നില്ലെങ്കിൽ ശരിക്കും എനിക്ക് എന്റെ തലയിലെങ്കിലും ഇടിച്ചാന്. ഇവിടെ എന്റെ മദർ ഉള്ളതുകൊണ്ട് കൈവച്ച് ബ്ലോക്ക് ചെയ്തിട്ടാണ് എനിക്കൊന്നും നടക്കാണ്ടിരുന്നത് തന്നെ. അത്രയും ടോർച്ചർ ചെയ്തിട്ടുണ്ട്, മെന്റലി മാത്രമല്ല ഫിസിക്കൽ. ബാലച്ചേട്ടാ, ചെറിയൊരു അലിഗേഷൻ ഒന്നും അല്ല മോളിവിടെ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, ചെറിയൊരു കാര്യമൊന്നുമല്ല. ഒരു പെൺകുട്ടി വന്നാണ് ഈ പറയുന്നത്. എല്ലാവരും അവളെ തന്നെ സപ്പോർട്ട് ചെയ്യും. അപ്പോഴും എനിക്കൊരു സംശയം, ഞാൻ നേരത്തെ പറഞ്ഞ തന്നെയാണ്, ആ കുട്ടിയുടെ അത്രയും ചെറുപ്പത്തിൽ 1 2 വയസ്സൊക്കെ കാണുള്ളൂ. ആ ഒരു സമയത്തെ കാര്യം എങ്ങനെ ആ കുട്ടിക്ക് ഓർമ്മ, ആ കുട്ടി ആ ഒരു ഓർമ്മയിൽ നിന്നൊക്കെ പറയുമോ? അമൃത ചേച്ചി പറഞ്ഞിട്ടാണെങ്കിൽ ഓക്കെ, നമുക്ക് മനസ്സിലാക്കാം ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരിക്കും. ഇല്ലാന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല കേട്ടോ. നമുക്കറിയില്ല, സംഭവിച്ചിട്ടുണ്ടാവാം, കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. പക്ഷെ അത് ആ കുട്ടിക്ക് ഓർമ്മയുണ്ട്, ഇല്ലെങ്കിൽ ആ ഒരു ഓർമ്മയിൽ നിന്ന് ആ കുട്ടി പറയുന്നു എന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോഴത്തേക്ക് എന്തോ എനിക്ക് എവിടെയോ ഒരു സംശയം. ഇത് ആരോ പറഞ്ഞ് പഠിപ്പിച്ച് പറയിപ്പിക്കുന്ന ഒരു സാധനമൊക്കെ തോന്നി. അത് ആർക്കാണെങ്കിലും തോന്നുമല്ലോ. ഇല്ലെങ്കിൽ ഒരു കുട്ടി വന്നിട്ട്, ആ പെൺകുട്ടി ആ കുട്ടിയുടെ വളരെ ചെറുപ്പത്തിലെ നടന്ന സംഭവം എന്ന് പറഞ്ഞ് പറയുമ്പോഴത്തേക്ക് ആർക്കാണെങ്കിലും, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു വർഷങ്ങൾക്ക് മുമ്പാന്ന് തോന്നുന്നു, ഒരു നടി വന്നിട്ട് ആ നടിയുടെ 1ാമത്തെ വയസ്സിലോ 2ാമത്തെ വയസ്സിലോ എങ്ങാണ്ട് ആ നടി ഗ്രൗണ്ടിൽ കൂടെ ഓടി എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ എല്ലാവരും എടുത്തു വെച്ച് കീറിയായിരുന്നു. അത്ര ചെറുപ്പത്തിലെ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ എന്നൊക്കെ ചോദിച്ച്. അതുപോലെ തന്നെ എനിക്കിപ്പോ ഒരു സംശയം തോന്നി. ഈ കുട്ടിയാണെങ്കിൽ, ഞാൻ വിത്ത് ഓൾ മൈ ഹാർട്ട് ഞാൻ പറയുന്നു, ഞാൻ ആ കുട്ടിയുടെ സൈഡിൽ തന്നെയാണ്. പ്രത്യേകിച്ച് അവൾ ആദ്യമേ പറഞ്ഞ ആ ഒരു കാര്യത്തോട് എനിക്കത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടവും തോന്നി കേട്ടോ. കാരണം നമുക്ക് എല്ലാവർക്കും അത് കണക്ട് ചെയ്യാൻ പറ്റും. ആ ഒരു പെൺകുട്ടിയുടെ അച്ഛൻ വന്നിട്ട് ഇങ്ങനെയൊക്കെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇരുന്ന് പറയുമ്പോൾ ആ കുട്ടിയുടെ ഫ്രണ്ട്സ് ആണെങ്കിലും ബാക്കി എല്ലാവരും ആ കുട്ടിയോട് ചോദിക്കും. പ്രത്യേകിച്ച് ഫ്രണ്ട്സ് സ്കൂളിലൊക്കെ ചെല്ലുമ്പോൾ ചോദിക്കുമ്പോൾ അത് ഭയങ്കര ആ കുട്ടിയെ തകർക്കും. അതൊക്കെ ഉള്ളതാണ്. പക്ഷെ ഈ ഒരു കാര്യം മാത്രം അമ്മ പറഞ്ഞു കൊടുത്തതാണെങ്കിൽ മോൾ അതുപോലെ തന്നെ പറഞ്ഞാൽ മതി, കുഴപ്പമൊന്നുമില്ല. അതിനകത്ത് ഒരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബാക്കി എന്റെ മദറിനെ എന്നെ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്തിട്ടുണ്ട്. ഒരു പ്രാവശ്യം കോർട്ടിലിരുന്നപ്പോൾ എന്നെ ലിറ്ററലി ഓൺ ദ ഫ്ലോർ ഡ്രാഗ് ചെയ്തിട്ട് ചെന്നൈ കൊണ്ടുപോയിട്ട് ലൈക്ക് ലിറ്ററലി ആ റൂമിലിട്ടിട്ട് എനിക്ക് ഒരു ഫുഡോ ഒരു സാധനവും ചെയ്യില്ല. ഇങ്ങനത്തെ ആൾക്കാരനെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. ആക്ച്വലി ഇത് പ്ലീസ്, വാട്ട് ഈസ് സേയിങ് ഇസ് ആബ്സല്യൂട്ട്ലി റോങ്, ഫുൾ ഓഫ് ലൈസ്, and he's mentally and physically tortured me and my mother. Like literally just imagine കോട്ടീന്ന് ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് ചെന്നൈ കൊണ്ടുപോയിട്ട് ഒരു റൂമിലിട്ട് പൂട്ടിയിട്ടേക്കായിരുന്നു. എന്റെ മദറിനെ വിളിക്കാനും സമ്മതിക്കില്ല, ഒരു സാധനവും ചെയ്യാൻ സമ്മതിച്ചില്ലായിരുന്നു. അത്രയും ടോർച്ചർ ചെയ്തിട്ടുണ്ട്. അത് മാത്രല്ല, ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, കുറച്ച് ദിവസം മുമ്പ് ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കില്ലേ റൈറ്റ് എന്റെ ഫാദറിനെ കാണാൻ. എനിക്ക് കാണണ്ട, എനിക്ക് ലിറ്ററലി ഐ ഡോണ്ട് വോണ്ട് ടു സീ യുവർ ഫേസ്. ഇറ്റ്സ് ലിറ്ററലി എനിക്ക് സംസാരിക്കണ്ട, എനിക്ക് കാണണ്ട. ആൻഡ് ഇഫ് യു ലവ് മീ സോ മച്ച്, ഇങ്ങനെ എല്ലാ ഇന്റർവ്യൂവിലും പറയാറുണ്ട് എന്നെ ഭയങ്കര ഇഷ്ടമാണ്, എന്നെ ഭയങ്കര മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒറ്റ ഒരു കോള് തന്നിട്ടുണ്ടാവും, ഒരു കോള്. അല്ലെങ്കിൽ കോള് വേണ്ട, എന്റെ അഡ്രസ്സിലേക്ക് ഒരു ലെറ്റർ, ഒരു ഗിഫ്റ്റ്, അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഒറ്റ സാധനം പോലും ഇല്ല. പിന്നെ ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സിക്ക് ആയിരുന്നപ്പോൾ അവിടെ പോയിട്ട് ഞാൻ എന്തോ ലാപ്ടോപ്പും ഡോറാഡോളും ഒക്കെ ചോദിച്ചെന്ന്. എന്തിനാ ഞാനത് ചോദിക്കണേ? എനിക്ക് നിങ്ങളുടെ ഒരു സാധനവും വേണ്ട, ഞാൻ അങ്ങനെ ഒരു കാര്യം പോലും പറഞ്ഞിട്ടില്ല. ആൻഡ് ഇൻഫാക്ട് ഞാൻ അവിടെ പോയത് തന്നെ എന്റെ മദർ പറഞ്ഞിട്ടാണ്. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവിടെ പോകാൻ ഒറ്റ താല്പര്യം ഉണ്ടായിരുന്നില്ല. എനിക്ക് കാണാനോ സംസാരിക്കാനോ ഒരു കാര്യം ചെയ്യാനോ എനിക്ക് ഒട്ടും താല്പര്യമില്ല. Just please leave my family alone, leave me alone, leave my mother, leave my auntie, leave my grandmother all alone. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എന്റെ ഫാമിലിയുടെ കൂടെ. എനിക്ക് നിങ്ങളുടെ ഒരു ഹെൽപ്പോ ലവോ ഒന്നും വേണ്ട, അതൊരിക്കലും കാണിച്ചിട്ടുമില്ല.
പക്ഷെ എനിക്ക് ഒന്നും വേണ്ട. പ്ലീസ് ലീവ് മൈ ഫാമിലി അലോൺ. ഐ കാൺ സേ എനിത്തിങ് മോർ ദൻ ദിസ് ആക്ച്വലി. ആൻഡ് നിങ്ങൾ വിചാരിക്കും എന്റെ മദർ ഇവിടെ ഇങ്ങനെ ഫോഴ്സ് ചെയ്തിട്ടാണ് ഇവിടെ ഈ വീഡിയോ ഇടിപ്പിക്കുന്നത്. ഇവിടെ എന്റെ മദർ പോലും ഇല്ല. ആക്ച്വലി എന്റെ മദർ വർക്കിന് പോയേക്കാണ്. എനിക്ക് എന്റെ മദർ ആക്ച്വലി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു വീഡിയോ മമ്മി തന്നെ ഇടണം, പക്ഷെ മമ്മിക്ക് എന്നെ ഇങ്ങനെ കേസിലേക്കോ ഡ്രാഗ് ചെയ്യാനോ ഒന്നും ഇഷ്ടമല്ല. അപ്പൊ മമ്മി ഒരിക്കലും ചെയ്തിട്ടില്ല. എനിക്ക് മടുത്തു. ഞാൻ എന്റെ ഓൺ വില്ല് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. സ്ക്രിപ്റ്റഡോ അങ്ങനെ ഒന്നുമല്ല. ഞാൻ എന്റെ ആർട്ടിൽ നിന്ന് കൂടെ പറയുന്നത്. എനിക്ക് എന്റെ മദറും എന്റെ ഫാമിലിയും സ്ട്രഗിൾ ചെയ്യണ കണ്ടിട്ട് എനിക്ക് വിഷമായിട്ടാണ് പറയുന്നത്. എനിക്കും മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് സ്ക്രിപ്റ്റഡ് ആയിട്ട് ആ കുട്ടിയെ കൊണ്ട് പറയിപ്പിച്ചു എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. അതായത് ഈ കുട്ടി വന്നിപ്പോ ഇരുന്ന് പറയുന്ന അവൾ സ്കൂളിൽ പോകുമ്പോഴാണെങ്കിലും അവൾക്ക് കിട്ടുന്ന ലൈക്ക് കൂട്ടുകാർ ചോദിക്കുന്ന കാര്യങ്ങളും അതൊക്കെ ഒരിക്കലും സ്ക്രിപ്റ്റ് ആയിട്ട് ആ കുട്ടി സ്ക്രിപ്റ്റ് ചെയ്ത് ഈ കുട്ടിയുടെ അമ്മയാണെങ്കിലും ബാക്കിയുള്ളവരും കൊടുത്തിട്ട് പറയിപ്പിച്ചാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അതൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കാം. മനസ്സിലായില്ലേ? പക്ഷെ ഈ ഒരു കുട്ടി നേരത്തെ പറഞ്ഞ, ഞാൻ വീണ്ടും അതൊന്ന് പറഞ്ഞങ്ങ് പോയേക്കാം, ആ ഒരു പോയിന്റ് മാത്രം ചെറുപ്പത്തിൽ നടന്ന കാര്യങ്ങൾ ഇപ്പൊ വന്ന് പറയുമ്പോഴത്തേക്ക് അത് ചിലപ്പോൾ അമ്മ പറഞ്ഞു കൊടുത്തതായിരിക്കാം. അതുപോലെ തന്നെ ആ അമ്മ പറഞ്ഞത് കള്ളമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ ഒരിക്കലും പറയില്ല, സത്യമായിരിക്കാം. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ബാലചേട്ടനോടാണ്, ബാലചേട്ടൻ നിർത്തുക. കയറിയിരുന്ന് എല്ലാ ചാനലിലും കയറിയിരുന്ന് മിക്ക ചാനലുകളിലും തങ്ങളുടെ ഇന്റർവ്യൂ വന്ന് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. വന്നിരുന്ന് മോളെ പറ്റിയും ഭാര്യയെ പറ്റിയും പഴയ ഭാര്യയെ പറ്റിയൊക്കെ ഇരുന്ന് സംസാരിക്കുന്നത്. ആ മോള് തന്നെ പറഞ്ഞു, നിങ്ങളെ വേണ്ട, നിങ്ങളെ കാണണ്ട, നിങ്ങൾ ഒരു ഗിഫ്റ്റ് അയച്ചിട്ടുണ്ടോ, നിങ്ങൾ ഒരു കോള് ചെയ്യാറുണ്ടോ, ഇതൊന്നും ഇല്ല. ആ കൊച്ചു തന്നെ പറഞ്ഞു. ഇതൊക്കെ ഉള്ളതായിരിക്കുമല്ലോ. ഇനി താങ്കൾ വന്നിട്ട് പിന്നെ പറയുമായിരിക്കും കൊച്ചിനെ കൊണ്ട് മറ്റേ പ്ലാൻ ചെയ്യിച്ച് അമ്മ പറയിപ്പിക്കുന്നതായിരിക്കും എന്ന്. ഞാൻ അതിനു വേണ്ടി തന്നെയാണ് ആദ്യമേ പറഞ്ഞു വെച്ചത്. ഈ കുട്ടിയുടെ ഈ ഒരു വീഡിയോ ചിലപ്പോൾ അമ്മ പറഞ്ഞിട്ട് ഇട്ടതാണെങ്കിൽ തന്നെ, മകനെ ബാലച്ചേട്ടാ, ഇതിനകത്ത് ആ കുട്ടിയായിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നമുക്ക് ഫീൽ ചെയ്യും. എന്താണെങ്കിലും നമുക്ക് ഫീൽ ചെയ്യും. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീണ്ടും ഞാനത് പറയാ, സ്കൂളിലെ കേസ്, അതൊക്കെ ആ കുട്ടിക്ക് അതൊക്കെ അനുഭവിച്ച കാര്യങ്ങളായിരിക്കും. ചിലപ്പോൾ ഈ പഴയ കഥകൾ ആ കുട്ടി പറയുന്നത് ചിലപ്പോൾ അമ്മ പറഞ്ഞു കൊടുത്തതായിരിക്കാം, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അത് അവരനുഭവിച്ചതാണെങ്കിലോ അപ്പോ എനിക്ക് ഇതിൽ മൊത്തത്തിൽ മറ്റേ ബാലച്ചേട്ടൻ സുന്ദരനാണെന്നൊന്നും ഞാൻ പറയത്തില്ല. നീ ഇങ്ങനത്തെ വൃത്തികേടുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നീയാണ് ഏറ്റവും വലിയ, പ്രത്യേകിച്ച് ആ കൊച്ചിനോട് അത് പറയുന്നത് നിങ്ങൾ കേട്ട് കാണും. വലിച്ചു മറ്റേ ചെന്നൈയിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കാതെയൊക്കെ ഇട്ടിട്ടുണ്ടെന്ന്. അതൊക്കെ എന്തായാലും ആ കൊച്ചിന് ഇച്ചിരി ബോധമുള്ളപ്പോഴായിരിക്കും. മനസ്സിലായില്ലേ? കേസും കാര്യങ്ങളൊക്കെ കുറെ വർഷങ്ങളായിട്ട് നടന്നതല്ലേ. അപ്പം അത്യാവശ്യം വലുതായി കഴിഞ്ഞപ്പോഴായിരിക്കും ആ ഒരു പരിപാടിയൊക്കെ ചെയ്തത്. പിന്നെ കോടതിയിൽ വെച്ച് വലിച്ചുകൊണ്ട് പോയ കഥയൊക്കെ ആ കുട്ടി പറയുന്നുണ്ട്. അതൊക്കെ ഉള്ളതായിരിക്കാം. ഒരിക്കലും ആ കഥകളൊന്നും ഇല്ലാത്തതാണെന്ന് ഞാൻ പറയില്ല. അതൊക്കെ ഉള്ളതാണെങ്കിൽ ബാലച്ചേട്ട, താങ്കളാണ് ഞാൻ അടുത്ത് കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ചെറ്റ. ആകെ തന്നെ എനിക്ക് ഇച്ചിരിയെങ്കിലും സപ്പോർട്ട് ചെയ്യാനൊന്നും ഞാൻ വരത്തില്ല. പക്ഷെ ഈ ഒരു കുട്ടി പറഞ്ഞതിനകത്ത് എനിക്ക് ആകെ ചെറുപ്പത്തിലെ ആ ഒരു കാര്യം, അതിന് മാത്രം ഒരു സംശയം. ബാക്കി എല്ലാം ആ കുട്ടി പറഞ്ഞത് വളരെ ശരിയാണെങ്കിൽ ആ കുട്ടിക്ക് നീതി കിട്ടണം. നീതി കിട്ടേണ്ടത് നീ ഇനി കണ്ട ചാനലിലൊന്നും കയറി ഇരുന്ന് കഥ പറയാതിരിക്കുക അവരെ പറ്റി. പിന്നെ ആ കൊച്ചിന്റെ പേര് ഇനി വലിച്ചിടാതിരിക്കുക. അത് മര്യാദയ്ക്ക് പഠിച്ചോട്ടെ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.